എന്തുകൊണ്ടാണ് CPIM നേതൃത്വം BJPയോടൊപ്പം ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തെയും ഷാഫി പറമ്പിലിനെയും ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് അവരെ ആക്രമിക്കാൻ പ്രത്യേക ചില മാധ്യമ പ്രവർത്തകർക്ക് ചുമതല നൽകിയിരിക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. ഇരുവർക്കും വലിയ രീതിയിലുള്ള ജനപിന്തുണയുണ്ട്. ഒപ്പം കോൺഗ്രസ് നേതൃത്വത്തെ പച്ച പിടിപ്പിക്കാനുള്ള കൃത്യമായ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നഗരസഭയിൽ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഷാഫി പറമ്പിൽ ഇതാ കൃത്യമായും കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്ന് ആഹ്വാനം ചെയ്യുന്നു. കോഴിക്കോട് MP NK രാഘവനാണ്. 4 തവണയായി അദ്ദേഹം ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടേയിരുന്നു. 2009 കേവലം 828 വോട്ടുകൾക്ക് മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്തിയ അദ്ദേഹം 2014 ആയപ്പോൾ അത് 17,000-ലേക്കും 2019 ആയപ്പോൾ അത് 85,000-ലേക്കും 2024 ആയപ്പോൾ അത് 1.5 ലക്ഷത്തിലേക്കും ഭൂരിപക്ഷം ഉയർത്തി. എന്നിട്ടും കോഴിക്കോട് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മാത്രം വിജയം. നിയമസഭാ സീറ്റുകളിലും ഇടതുമുന്നണി ജയിക്കുന്നു. ഒരൊറ്റ കോൺഗ്രസ് MLA പോലും കോഴിക്കോട് ജില്ലയിൽ നിന്നും ഇല്ല എന്നുള്ളത് വലിയ തോതിലുള്ള ഒരു വേട്ടയാടലായി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കപ്പെടുന്നു. 2011 സാക്ഷാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ UDF അധികാരത്തിലിരുന്ന സമയത്ത് പോലും ഒരൊറ്റ MLA പോലും കോഴിക്കോട് ജില്ലയിൽ നിന്നും കോൺഗ്രസിന് ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിൻ്റെ ശൂന്യത എത്രമാത്രം വലുതായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ വടകരയും കോഴിക്കോട് ലോക്സഭയും ഒക്കെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലാണ്. ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിലാണ് വടകരയും കോഴിക്കോട് ലോക്സഭയും ഒക്കെ കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത്. ആ ഒരു തിളക്കം, പ്രത്യേകിച്ചും കോർപ്പറേഷനിൽ ഒട്ടുമുക്കാൽ സീറ്റുകളിലും കോൺഗ്രസ് നേടിയ മുൻതൂക്കം, ലീഡ് നില, അത് ഒരു ആവർത്തനം എന്ന രീതിയിലേക്ക് വന്നാൽ തീർച്ചയായും അത്ഭുതകരമായി കോൺഗ്രസിന് കോഴിക്കോട് കോർപ്പറേഷൻ നേടിയെടുക്കാൻ കഴിയും. കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു കോൺഗ്രസ് കൗൺസിലർ മേയർ ആകുന്നതും കാണാൻ കഴിയും. അത്തരത്തിൽ ഒരു ചുവടുവെപ്പിലേക്കാണ് കോഴിക്കോട് നഗരം നീങ്ങുന്നത്. നമുക്കറിയാം കണ്ണൂർ കോർപ്പറേഷനിൽ എന്തുകൊണ്ട് കോൺഗ്രസ് നേടിയെടുത്തു. കണ്ണൂർ കോർപ്പറേഷൻ സ്ഥാപിതമായ സമയത്ത് കേവലം KK രാഗേഷ് എന്ന ഒരു വ്യക്തി കോൺഗ്രസ് വിമതനായി നിന്ന് കോൺഗ്രസിനെ അള്ളുവെച്ചില്ലായിരുന്നെങ്കിൽ അന്ന് ഇടത് ഭരണം ആദ്യ തവണയായി ലഭിക്കുകയില്ലായിരുന്നു. എന്നാൽ K സുധാകരൻ്റെ മനോവീര്യം ഒന്നുകൊണ്ട് മാത്രം അവിടെ ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിലുണ്ട്. 6 കോർപ്പറേഷനുകളിൽ കോൺഗ്രസ് ഭരണത്തിലുള്ള ഒരേ ഒരു കോർപ്പറേഷൻ. അതിന് കൂട്ടായി വരാൻ കോഴിക്കോടും കൊച്ചിയും കൃത്യമായി അധ്വാനിക്കുകയാണ്.